അച്ഛൻ്റെ മരണം തന്നെ മാനസികമായിട്ട് തളർത്തിയിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് കരകയറുന്നതിനിടെ ഈ കുടുംബത്തിൽ വിവാഹ ആലോചനയുമായിട്ട് റമീസ് ചെല്ലുമ്പോൾ ഈ കുടുംബം പറയുന്നുണ്ട് അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത്. അതിനുശേഷം 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 38-ാം ദിവസമാണ് അച്ഛൻ മരിച്ചതിൻ്റെ 38-ാം ദിവസമാണ് ഈ കുടുംബം ആ വീട്ടിൽ കല്യാണ ആലോചനയുമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു സഹോദരനും അമ്മയുമാണുള്ളത്. സഹോദരൻ എനിക്ക് തോന്നുന്നു ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ്. പിന്നെ അമ്മയാണുള്ളത്. അമ്മ വീട്ടുജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ സാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ഈ വീട്ടിലെത്തി കല്യാണാലോചന നടത്തുമ്പോൾ ഇവർ പറയുന്നു 1 വർഷത്തിന് ശേഷം കല്യാണം നടത്തി തരാം. ഇവർക്കും മതം മാറുന്നതിനോട് വലിയ വിയോജിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സോനയുടെ കുടുംബത്തിന്. എന്നാൽ ഇവർക്കെല്ലാം പെട്ടെന്ന് വേണം, ഈ മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള ഒരു നിലപാടെടുത്തോടെ സോന ഈ റമീസിനെ അഗാധമായിട്ട് സ്നേഹിച്ചു. ഇവനെ പിരിയാൻ അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ക്രൂരതകൾ അത്രയും സഹിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇവൻ പറയുന്നതിൻ്റെ താളത്തിനൊത്ത് തുള്ളിയത്. അങ്ങനെ ഈ അമ്മ ശനിയാഴ്ച രാവിലെ വീട്ടുജോലിക്കായിട്ട് പോകുന്നു. വീട്ടുജോലി ചെയ്യുന്നതിനിടെ ഉച്ചയ്ക്ക് ഈ റമീസിൻ്റെ അമ്മ 2 പ്രാവശ്യം ഈ സ്ത്രീയുടെ ഫോണിലേക്ക് മിസ് കോൾ വിട്ടിരുന്നു. ഇത് കോൾ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഇവർ കണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താണ്, അവൾ എനിക്ക് ഫോണിൽ അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഈ അമ്മ പെട്ടെന്ന് ഈ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പാണ്. റമീസിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനങ്ങൾക്കൊടുവിൽ ഞാൻ പോകുന്നു, എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛനോടൊപ്പം പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ആത്മഹത്യാക്കുറിപ്പാണ്.